ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് അൽറിഹാബ് സ്പാനിഷ് വനില എന്ന പെർഫ്യൂം ഓയിലാണ്. ഈ റീസെന്റ് ഞാൻ കണ്ട ഒരു പ്രൊഡക്റ്റ് ആണിത്, സ്പാനിഷ് വനില എന്നുള്ളത്. സോ സാധാരണ നമുക്ക് അൽറിഹാബില് പോപ്പുലർ ആയിട്ട് അങ്ങനെ കാണാത്ത ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ ഇത് അൽറിഹാബ് ആസ് യൂഷ്വൽ ഇൻസ്പയർഡ് ആണ് ഉണ്ടാവാറുള്ളത്. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇൻസ്പയർഡ് ഓയിൽസ് ആണ് കാണാറുള്ളത്. കണ്ടപ്പോൾ ജസ്റ്റ് വാങ്ങിയതാണ്. അപ്പോൾ ആസ് യൂഷ്വൽ അൽറിഹാബിന്റെ പ്രൊഡക്ട്സ് പോലെ തന്നെ അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്ത് നോക്കി, കുറച്ച് യൂസ് ചെയ്തിരുന്നു. ഓക്കെ ഇത് ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാ വെച്ചാല്, സാധാരണ ചില പെർഫ്യൂംസ് നമുക്ക് കിട്ടാത്ത ഒരു നോട്ട് അഥവാ മിൽക്കിന്റെ ഫ്രാഗ്രൻസ്. ഇതൊരു വെനില മിൽക്ക് ഷേക്കിന്റെ ഒക്കെ പോലത്തെ ഫ്രാഗ്രൻസ് ആണ്. ഇതിലൊരു എന്താ പറയാ, ഒരു ക്രീമി നോട്ട്സ് വരുന്നുണ്ട്, ഒരു മിൽക്ക് പോലത്തെ ഫ്രാഗ്രൻസ് വരുന്നുണ്ട്, ചെറിയൊരു സ്വീറ്റ്നെസ്സും വരുന്നുണ്ട്, പിന്നെ വെനിലയും വരുന്നുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് ഇതിലുള്ളത്. വേറെ പ്രത്യേകിച്ച് ഇതിൽ നോട്ട്സ് ഒന്നുമില്ല. ഒരു യൂണിസെക്സ് ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. സോ ഇത് ഏതിന്റെ ഇൻസ്പയർഡ് ആണ് എന്ന് നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇത് എവിടെയും ഇൻസ്പയർഡ് ആയിട്ടുള്ളതൊന്നും കണ്ടില്ല. അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മൈസൺ മാർട്ടിൻ ആഫ്റ്റർനൂൺ ഡിലൈറ്റ് എന്ന പ്രൊഡക്റ്റ് ആയിട്ട് അതിന്റെ നോട്ട്സ് വെച്ച് നോക്കുമ്പോൾ ഒരേപോലത്തെ നോട്ട്സ് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി അതിന്റെ ഇൻസ്പയർഡ് ആയിരിക്കണം എന്ന്. അപ്പൊ ഞാൻ ഈ മൈസൺ മാർട്ടിൻ യൂഷ്വലി എല്ലാം ഇൻസ്പയർഡ് ആണല്ലോ ഇറക്കാറുള്ളത്, റെപ്ലിക്ക. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലി ബ്രൂക്ലിൻ വെനില മിൽക്ക് എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ഉണ്ട്. അതും ഈ നോട്ട്സ് തന്നെയാണ്. ഈ സാധനത്തിന്റെ റെപ്ലിക്കയാണ് മറ്റത് മൈസൺ മാർട്ടിന്റെ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നി ആ നോട്ട്സ് എല്ലാം സിമിലർ ആണ്. ഇവിടെ അൽറിഹാബ് മെൻഷൻ ചെയ്തതും ഇതേ നോട്ട്സ് തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നി ഇതിൽ രണ്ടിൽ ഏതിന്റെ ഒന്നിന്റെ ക്ലോൺ ആയിട്ടാണ് അൽറിഹാബ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇത് പുതിയ പ്രൊഡക്റ്റ് ആണ്. ഇത് 2024 ബാച്ച് ആണ്. അപ്പോ അതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണ്, അതായത് ഒരു വനില മിൽക്ക് ക്രീമിന്റെ അല്ലെങ്കിൽ ഒരു മിൽക്ക് ഷേക്കിന്റെ ഒക്കെ ഒരു ഫ്രാഗ്രൻസ്. അപ്പൊ അങ്ങനെയാണ് പറയാനുള്ളത്. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ അൽറിഹാബ് എല്ലാം അത്യാവശ്യം നിൽക്കുന്നതാണ്. നമുക്ക് 7 hours 8 hours ചിലത് 12 hours ഒക്കെ നിൽക്കാറുണ്ട്. ഇതൊരു 7+ hours ഇതും നിൽക്കുന്നുണ്ട്. പ്രൊജക്ഷൻ അല്ല, ലോഞ്ചിവിറ്റി ആണ്. പ്രൊജക്ഷൻ നമുക്കൊരു 2 hours ലെവലിലാണ് ഉണ്ടാവുക. കാരണം പെർഫ്യൂം ഓയിൽസ് അങ്ങനെ ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്യില്ല. എപ്പോഴും പെർഫ്യൂംസ് ആണ് പ്രൊജക്ട് ചെയ്യുക. ലോഞ്ചിവിറ്റി ആണെങ്കിൽ പെർഫ്യൂം ഓയിൽസ് ആണ് ലോഞ്ചിവിറ്റി ഉണ്ടാവുക പെർഫ്യൂംസിനേക്കാളും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. പ്രൊജക്ഷൻ ആണോ ലോഞ്ചിവിറ്റി ആണോ കൂടുതൽ വേണ്ടത് എന്നുള്ളത്. അപ്പൊ എന്തായാലും അതാണ് ഈ അൽറിഹാബിന്റെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്. സ്പാനിഷ് വനില, നല്ലൊരു ക്രീമി മിൽക്കി ഒരു മിൽക്ക് ഷേക്കിന്റെ ഒക്കെ വെനില മിൽക്ക് ഷേക്കിന്റെ ഫ്രാഗ്രൻസ് ട്രൈ ചെയ്ത് നോക്കിയോളൂ. എന്റെ ഒപ്പീനിയനിൽ ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സാധനം. നിങ്ങൾക്ക് ഭയങ്കര ഡിസ്കസ്റ്റിങ്ങോ ഒരു ഡാർക്ക് അടിക്കുന്നതോ മറ്റുള്ളതോ ഒന്നുമല്ല. നമുക്കൊരു ഓൾ ഒക്കേഷൻസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ്. അതായത് ഭയങ്കര കുത്തലൊന്നും ഇല്ലാതെ എന്നാൽ അധികം ലൈറ്റും അല്ലാതെ ഒരു ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ്. യൂണിസെക്സ് ആണ്. ട്രൈ ചെയ്ത് നോക്കിയോളൂ. കിട്ടുന്നത് ഒറിജിനൽ ആണ് എന്ന് ഉറപ്പ് വരുത്തുക. ഓൺലൈനിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.